ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സെൽഫ് ലവിനെ പറ്റി സംസാരിക്കാനല്ല വന്നത്. ഇന്ന് സെൽഫ് ലവിനെ പറ്റി ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന ജേണൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ തന്നെയാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറ്റാനും പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ജേണൽ ചെയ്യാൻ തുടങ്ങാം. അതിനായി നല്ലൊരു ബുക്ക് ഞാൻ എടുത്തേക്കുന്ന എൻ്റെ ഡയറി തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു നല്ലൊരു ഡയറി, ഒരു നീറ്റായിട്ടുള്ളൊരു ബുക്കായാലും മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതെടുക്കുക. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് അല്ല ഇത്, ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് ഇവിടുന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ 10 രൂപ കൊടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് പേന, മാർക്കേഴ്സ്, പിന്നെ അതിന് വേണ്ട അലക്കുളുത്ത സാധനങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഉള്ള കാര്യങ്ങളായിരിക്കും. സ്കെച്ച് പെന്നും ഹൈലൈറ്ററും എല്ലാം എല്ലാവരിലും ഉള്ള കാര്യങ്ങളാണ്. ഇത് ഗ്ലൂ അറിയാമല്ലോ, ഫെവി സ്റ്റിക്ക് ആ സംഭവം. ഓക്കെ, അപ്പോൾ നീറ്റായിട്ടുള്ള ബുക്കിൽ നമുക്ക് അടിപൊളി ജേണലുണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാഗാണ്, മീൻസ് ഒരു വലിയൊരു പ്രിൻ്റാണ്. അത് കട്ട് ചെയ്ത് വെച്ചാൽ 2000 ഞാൻ കട്ട് ചെയ്തിട്ട് 2 പേജിലോട്ട് ഒട്ടിക്കാൻ എൻ്റെ തീരുമാനം. ഓക്കെ, സെൽഫ് ലവ്. അപ്പോൾ 2 പേജും കൂടെ കവർ ചെയ്ത് നിന്നോളൂ. അപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു അത് ഇങ്ങനത്തെ ബുക്കല്ല സ്പൈറൽ ബാൻഡ് അല്ലാത്ത ബുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നെന്ന് തോന്നുന്നു. അതിന് നന്നായിട്ട് പശ തേച്ച് നമുക്കത് നീറ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ സെൽഫും മറ്റേ സൈഡിൽ ലവും. ഇനി ലവ് ഒട്ടിക്കാം. ഓക്കെ, ലവ് നന്നായിട്ട് ഗം ഫുള്ള് തേച്ചിട്ട് ലവ് അവിടെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കാം, അടുത്ത് ഏത് സ്റ്റിക്കറാണ് യൂസ്ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ സ്റ്റിക്കർ എന്ന് പറയുന്നത് പേപ്പർ പ്രിൻ്റാണ് കേട്ടോ. സ്റ്റിക്കറിന് നോർമലി ബാക്കിൽ ഗ്ലൂ കാണും, നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. അടുത്ത് ഞാൻ ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈലൈറ്റർ പെന്ന്, ഓറഞ്ച് കളറിലുള്ളൊരു ഹൈലൈറ്റ് പെൻ എടുത്തിട്ട് ഒരു സിംഗിൾ ബോർഡറാക്കി, അതായത് ക്യാൻവാസിൻ്റെ മൊത്തത്തിൽ ഒരു സിംഗിൾ ബോർഡറാക്കി എടുക്കത്തക്ക രീതിക്ക് എല്ലാവർക്കും ചെയ്യാമെന്നുള്ളൊരു കാര്യമുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് 9:30 ഡ്യൂട്ടിക്ക് പോകണം. ഒരു 8:45 to 9:10 വരെ ആയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തൊരു കാര്യമായത്. അപ്പോൾ അത് ഫുള്ള് ഹൈലൈറ്റൊക്കെ ചെയ്തു. ഹൈലൈറ്റർ കൊണ്ട് ബോർഡർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹൈലൈറ്റർ കൊണ്ട് ബോർഡറൊക്കെ ചെയ്തു. അടുത്തിനി എന്താ ചെയ്യാൻ നമുക്ക് ഒരുപാട് പേപ്പർ പ്രിൻ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിക്ചേഴ്സ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ചർ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പിക്ചർ, അത് തന്നെ എടുക്കുക. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക ആദ്യം. അപ്പോൾ അതിൽ നന്നായിട്ട് ഗമ്മ് തേച്ചിട്ട് ഞാൻ ഫസ്റ്റ് പേജിൻ്റെ, അതായത് വെർട്ടിക്കലായിട്ട് ഒട്ടിക്കുന്നത്. ഓക്കെ, അത് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ പേജിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അതെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആകണമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഈ ലൈൻസ് കാണില്ല, ബുക്കിൻ്റെ ലൈൻസ് അധികം കാണില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു കോഡ്സ് എഴുതാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ അത് ഫ്ലോപ്പ് ആവുമോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ജസ്റ്റ് അത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എഴുതാൻ തോന്നുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ തന്നെയാണ്, നമ്മുടെ തന്നെയാണ്, അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ഒരു കോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ലേഡിയുടെ ഇമേജ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാണ്. സെൽഫ് ലവിൽ ഫീൽ ചെയ്ത് നിൽക്കുന്ന ഒരു ലേഡിയുടെ ഇമേജ് ഫീൽ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇനി കോട്ട്സ് എഴുതാം. കോട്ട്സ് എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു കോട്ട്സ് എഴുതിയിട്ട് അവിടെ ഒരു ഫുള്ള് പിങ്ക് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം റെഡ് യൂസ് ചെയ്തപ്പോൾ അധികം എലഗൻസ് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് തന്നെ എഴുതുന്നുണ്ട്. എന്താ, ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മളായിട്ട് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട്. രാവിലെ ആയതുകൊണ്ട് പുറത്ത് നല്ല കുയിലൊക്കെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. കൂന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ രാവിലെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ ഹാപ്പി ആവും കേട്ടോ, നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഞാൻ എഴുതിയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ബാക്ക് ക്യാം അധികം ക്ലാരിറ്റി ഇല്ലയെന്ന് തോന്നുന്നു ഫോണിൻ്റെ, അതാണ് ഇത്രയ്ക്ക് വരാത്തത്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം, കുറച്ച് ഷാർപ്പാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്ത് ചെയ്യാൻ പോകുന്ന എൻ്റെ അടുത്തൊരു ലവ് ഞാൻ പേസ്റ്റ് ചെയ്തു. എന്തെങ്കിലും ഒരു ലവ്, ഒരു
പിൻട്രസ്റ്റി ലവ് പോലത്തെ ഒരു ലവ് ഞാൻ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക അവിടെ. ഓക്കെ, ലവ് പേസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? അടുത്തതായിട്ട് ആ ബോർഡർ കൊടുത്തില്ലേ, നമ്മുടെ ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു ഇത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ മെയിലൊരു കോഡ്സും കൂടെ എഴുതുകയാണ്. നോട്ട് ടു സെൽഫ്, യു ആർ എനഫ്. അങ്ങനെ ഇത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ലവ്, അതായത് നോട്ട് ടു സെൽഫ്, യു ആർ എനഫ് എന്ന് കൊടുത്തിട്ട് കുറച്ച് റെഡ് കളർ യൂസ് ചെയ്ത് കുറച്ച് ലവ് അവിടെ കൊടുത്തിട്ട് നമ്മുടെ ഒരു എഫർവെസൻ ഗ്രീനിൻ്റെ ഹൈലൈറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഈ ഗ്രീൻ കളർ ബാക്കി ഹൈലൈറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയാൻ, ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി റെഡ് കളർ എടുത്തിട്ട് റെഡ് കളർ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ലവ് വരയ്ക്കാനാണ് പോകുന്നത്. എല്ലാവരും ചെയ്ത് നോക്കട്ടെ, ഇതെങ്കിലും സിമ്പിൾ. നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന കാര്യം, വേറെ ഒരു 10 രൂപയുടെ കേസേ ഉള്ളൂ. കുറച്ച് പേപ്പർ പ്രിൻ്റ് എന്ത് ചെയ്യാൻ എടുക്കുക, അത്രേ ഉള്ളൂ. 10 രൂപ. ഒരു ബുക്ക് എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യുക ലൈഫിൽ. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുന്നു. നമ്മളൊരു മെഷീൻ പോലെ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക ലൈഫിൽ. ഓക്കെ, ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോയി. അപ്പോൾ ലവൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതിനെ ഹൈലൈറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. എനിക്കൊന്ന് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അല്ല കുറച്ച് ബ്ലറായിട്ട് തോന്നുന്നുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആക്കാം. ഓക്കെ, ഇനി അത് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. ഹൈലൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു മേളിലൊരു പിക്കും കൂടെ വയ്ക്കുന്നുണ്ട്. യു ആർ ബ്യൂട്ടിഫുൾ, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളൊരു കോട്ട് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നും. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ട്, ഹൈലൈറ്റഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് എഴുതി വയ്ക്കുന്നതല്ലേ. അടുത്തതായി ചെയ്യാൻ പോകുന്നതിന് മേളിൽ ഞാനൊരു വണ്ടി, വോക്സ് വാഗൻ്റെ ഒരു വണ്ടി ഞാനിതുപോലെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ജീവിതമൊരു ട്രിപ്പല്ലേ, അപ്പോൾ നമ്മളെപ്പോഴും ട്രിപ്പിൽ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പാവട്ടെ ജീവിതം. ഓക്കെ, അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഞാനൊരു വോക്സ് വാഗൻ്റെ ഒരു വണ്ടി ഞാനവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ ഒരു താഴെ ആദ്യം ഞാൻ എഴുതിയിരുന്നില്ലേ, ബി യുവർ ഓൺ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിനൊരു ആ ഒരു ഗ്രീൻ ഹൈലൈറ്റർ കൊടുത്തിട്ട് കുറച്ചൊന്നൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇതിന് അവിടെ ഒരു റെഡ് കളർ ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റെഡ് കളർ ബോർഡർ കൊടുത്തു. ബോർഡർ അല്ല, അത് ഫുള്ള് ഞാൻ അവിടെയുള്ള എംപ്റ്റി സ്പേസ് മൊത്തം ഇത് വെച്ച് അങ്ങ് ഫില്ല് ചെയ്തു മൊത്തം. കെട്ടക്കട്ടെ അല്ലേ, നന്നായിട്ട് ഫില്ല് ചെയ്തു. ഓക്കെ, അടുത്തിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വേറൊരു സ്റ്റിക്കർ ചൂസ് ചെയ്യാനുള്ള അതിലാണ്. ഏത് സ്റ്റിക്കർ ചൂസ് ചെയ്യണമെന്ന് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോഴാ മുന്നിൽ കിടക്കുന്നു കുറച്ച് സ്പേസ്. അപ്പോൾ അവിടെ ഞാൻ ട്രീറ്റ് യുവർ സെൽഫ് വയ്ക്കുന്നു. താഴെയായിട്ടാണ് വയ്ക്കുന്നത്, ട്രീറ്റ് യുവർ സെൽഫ് വയ്ക്കുന്നത്. നമ്മൾ സ്വയം നമ്മുടെ തന്നെ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്.
അതിൻ്റെ മേളിലൊരു തുലിപ്പും അതിൻ്റെ ഒരു സ്പെക്സും ഞാൻ വയ്ക്കുന്നുണ്ട്. തുലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വെച്ചത് തുലിപ്പ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ പേപ്പറിൽ നന്നായിട്ട് തുലിപ്പ് ഉണ്ടാക്കും. തുലിപ്പോ താമരയോ രണ്ടും ഉണ്ടാക്കും, പക്ഷേ നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഞാൻ തുലിപ്പ് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ലവും കൂടെയുണ്ട്. അപ്പോൾ തുലിപ്പ്, സ്പെക്സ്, ലവ് പ്ലസ് ഐ ലവ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. എനിക്ക് അത്രയും അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇപ്പുറത്തെ പേജ് ചെയ്യണം അപ്പുറത്തെ പേജ് ചെയ്യണം ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ പേജിൽ കുറച്ചുകൂടെ ഡെക്കറേഷൻസ് ചെയ്യാണ്ട്, അത് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ പേജിലേക്ക് പോകുന്നതല്ലേ ബെറ്റർ. ഞാനും അങ്ങനെ വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഉള്ളത്, അവിടെ ഒരു ലവും കൂടെ അറ്റാച്ച് ചെയ്യണോ? വേണം, അവിടെ ഒരു ലവും കൂടെ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആ ലവ് എനിക്കൊന്ന് താഴെയാണ് വയ്ക്കാൻ കുറച്ചുകൂടെ ആപ്റ്റാണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് അപ്പുറത്തെ പേജിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ പഴയ ഒരു ബുക്കുണ്ട്, എൻ്റെ പേര് ദെൻ ഹീ ഹേറ്റ് മൈ ബോയ് എന്ന് പറഞ്ഞിട്ട്, എൻട്രൻസസ് എന്ന് പറഞ്ഞിട്ട് ലൂയിസ് റെനിസൻ്റെ ഒരു ബുക്കുണ്ട്. അപ്പോൾ അതൊരു കുറേ പേജൊക്കെ കേടായിപ്പോയി. അപ്പോൾ കേടായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആ അതിന് 2-3 പേപ്പേഴ്സ് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പർ കീറിയിട്ട് എന്ത് ചെയ്യുന്നു, അപ്പുറത്തെ പേജിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു എസ്തറ്റിക് ഫീലൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേളിലാണ് ബാക്കി പണി തുടങ്ങുന്നത്. അതിനെന്ത് കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിക്ക് ചെയ്തു. നല്ല കെയർഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊക്കെ അതിൻ്റെ മേളിലാണ് വരാൻ പോകുന്നത്. അതിൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ തന്നെ സ്വയം ബിലീവ് ആവണം. നമ്മൾ തന്നെ സ്വയം നമ്മുടെ വിശ്വസിച്ചാലല്ലേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ പ്രിൻ്റ് എടുത്ത പേപ്പറിൽ അങ്ങനെ ഒരു കോട്ടും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനവിടെ പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. താഴെ ഞാൻ അതിനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വയ്ക്കാം. ബിലീവ് ഇൻ യുവർ സെൽഫ് എനിത്തിങ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് എനിത്തിങ് ഈസ് ഇംപോസിബിൾ. എന്ത് നടക്കും. എനിത്തിങ് ഈസ് പോസിബിൾ, എനിത്തിങ് ഈസ് പോസിബിൾ എന്ന്, എല്ലാം പോസിബിൾ ആണെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നതിൻ്റെ ഒരു ബുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നൊരിതുണ്ട്, ഒരു പേപ്പറിലെല്ലാം ഫ്രണ്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിന് ശേഷന് മുന്നായിട്ട് ഞാൻ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, നമ്മൾ സ്വയം ടേക്ക് കെയർ ചെയ്യാമെന്നുണ്ടൊരു കോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കാര്യം, ആ ഒരു ബുക്കിൻ്റെ ആ സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്വയം നമ്മൾ ടീച്ചറാവുക, എങ്കിലേ നമുക്ക് സെൽഫ് ലവ് ആവാൻ പറ്റും. നമ്മൾ ടീച്ച് ചെയ്യാൻ, നമ്മൾ സ്വയം ടീച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചറിൻ്റെ ഒരു ബുക്ക്, അതിൻ്റെ ഒരു പിങ്കി സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു, അതും അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പയ്യൻ ബുക്ക് വായിക്കുന്നൊരു കുറേ ഫ്ലോറി ആയിട്ടുള്ളൊരു ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഇമേജ് ഇട്ട് അത് ഞാൻ താഴെ പേസ്റ്റ് ചെയ്തിട്ട് മേളിലൊരു കോട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വെച്ച് കോട്ട് എഴുതേണ്ട ആവശ്യമില്ല. മേ ബി എനിക്ക് പറയാനുള്ളത് എൻ്റെ ജേണലിൽ കൂടെ തന്നെ എനിക്ക് പറയാമല്ലോ. അപ്പോൾ എനിക്ക് ചോദിച്ചാൽ ഐ എം അഭിഷേക്, എൻ്റെ പേര് അഭിഷേകാണ്. ആൻഡ് ഐ ലവ് മൈ സെൽഫ്. എനിക്ക് എന്നെ സ്വയം ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ആം താങ്ക്ഫുൾ ടു എല്ലാവരോടും എല്ലാവരോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ആൻഡ് ദെൻ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഈ ജീവിതം തന്നതിന്. അങ്ങനെ ഒരു കോട്ട് ഞാനിവിടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ചെയ്യുന്നപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കോട്ട്സ് എനിക്ക് ആഡ് ചെയ്യുള്ളൂ. ഞാൻ ചെയ്യുന്ന എൻ്റെ ഓൺ ജേണലല്ലേ, എൻ്റെ സെൽഫ് ലവിനെ പറ്റി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാ ബാക്കി പിന്നെയല്ല സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കളയുന്നത്, അല്ലെങ്കിൽ പേപ്പറിൽ പ്രിൻ്റ് ഒട്ടിച്ച് കളയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം വിചാരിച്ചു അതങ്ങനെ അങ്ങ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ അവിടെ എഴുതിയിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്തു, ആ ഗ്രീൻ ഹൈലൈറ്റർ വെച്ച് ഒരു പിടിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഗ്രീൻ ഹൈലൈറ്റ്
ആ ഗ്രീൻ ഹൈലൈറ്റർ ഇടുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് ഉണങ്ങട്ടെ, ഈ പ്രിൻ്റ് ആദ്യം ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ക് അതൊരു സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡ്രീംസിനെ പറ്റി ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ബിലീവ് യുവർ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കുറച്ച് സ്പേസ് കണ്ടപ്പോൾ അവിടെ അങ്ങ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അവിടെ അങ്ങ് വെച്ച് ഫിക്സ് ചെയ്തു. ചെറിയ റണ്ണിങ് നോസ് ഉണ്ട് കേട്ടോ, അതാണ് ഈ ഒരു വോയിസ് വരുന്നത്, സോറി. ഓക്കെ, ഇപ്പം എനിക്ക് മൊത്തത്തിലൊരു സെൽഫ് ലവ് തോന്നുന്നുണ്ട് അല്ലേ? നല്ലൊരു സെൽഫ് ലവ് തോന്നുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഒരു ജേർണൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഫസ്റ്റ് പേജിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഒരു ബുക്കിൻ്റെ പ്രിൻറ്റഡ് പേപ്പറിൽ നിന്ന് ബാക്കി വന്ന പേപ്പേഴ്സിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഇറഗുലറായിട്ട് കട്ട് ചെയ്തില്ല, ഞാൻ കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ കീറിയെടുത്തെന്ന് തന്നെ പറയാം. കീറിയെടുത്തിട്ട് ആ ബാക്കിയുള്ള പ്ലേസസിലൊക്കെ ഈ ഹെവി സ്റ്റിക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓവറോൾ നമ്മുടെ ജേർണലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, എനിക്ക് തന്നെ സ്വയം അഭിമാനം തോന്നും ഇത് കാണുമ്പോൾ. നന്നായിട്ടില്ലേ? ഞാൻ ഇതുവരെ ഇതിൽ പറഞ്ഞൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇത് എൻ്റെ ഒരു എഫേർട്ടാണിത്. ഇത് കണ്ടിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കുക. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് ഇട്ടേക്കുക, അല്ലെങ്കിൽ കൊള്ളില്ല എന്നിട്ടേക്കുക. ഓക്കെ, ഒന്ന് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ കാണുമ്പോൾ എനിക്ക് വീണ്ടും അഭിമാനം തോന്നുകയാണ്. ഞാൻ ചെയ്തതിൽ ഞാൻ സോ ഹാപ്പി. നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇമേജസ് എടുത്തിട്ട് അടുത്തുള്ള പ്രിൻറ്റിങ് കഫേയിൽ എവിടെയെങ്കിലും പോയി ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമ്മുടെ സ്വന്തമായിട്ടൊരു ബുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. ആ ബുക്കിലൊന്ന് ചെയ്ത് വെക്കുക, അല്ല ചെയ്ത് കളയരുതിരിക്കില്ല. നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്ന രീതിക്ക്, നമുക്കത് മെമ്മറബിളായിട്ടിരിക്കുന്ന രീതിക്ക് ഒരു ബുക്കിൽ നന്നായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നെക്കാളും ബെറ്ററായിട്ട് എല്ലാവരും ചെയ്യുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് കുറച്ചുകൂടെ നന്നായിട്ടിരുന്ന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് ചെയ്യുക, ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി ഞാനത് ഒരു കാര്യം വിട്ടുപോയി, ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ സോ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓവറോളായിട്ടുള്ളൊരു ഫോമാറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ഔട്ട്ലൈൻ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ജേർണൽ. നന്നായിട്ട് സെൽഫ് ലവിനെ പറ്റി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. ഇത് കാണുന്ന ആൾക്കാർ ദയവായി ഇതിൻ്റെ എഫേർട്ടാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ ബാക്കി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സെൽഫ് ലവിനെ പറ്റി മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ബാക്കി ഒരെണ്ണം കൂടെ ഇവിടെ ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതായത് യു ഡിസേർവ്സ് ദ ലവ് യു കീപ് ഗിവിങ് ടു അതേഴ്സ്. അത് നല്ലൊരു സെൻറ്റൻസ്. ഞാനത് ഫസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, ഞാൻ വിട്ടുപോയി അത് ആഡ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെൽഫായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പേജ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരിക്കും ഇത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഗുഡ് ബൈ.